പ്രീതി മുകുന്ദൻ. ഓ മാൻ, ഒരു രക്ഷയില്ല. നിങ്ങൾ ബ്ലാസ്റ്റ് സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഈ ഒരു അഭിപ്രായമായിരിക്കും. നമുക്കറിയാം അർജുൻ സർജയുടെ ഫൈറ്റ്, അത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കരാട്ടെ സീൻസും അതുപോലെയുള്ള ഫൈറ്റ് ഒക്കെ അർജുൻ സർജയുടേത് നമ്മൾ എൻജോയ് ചെയ്യും, നമുക്ക് അറിയാവുന്ന ഫൈറ്റ് തന്നെയാണ്. പക്ഷേ പ്രീതി മുകുന്ദൻ, അതായത് നിലയുടെ ക്യാരക്ടർ, അതിലുള്ള ഫൈറ്റ്, അതിന്റെ കൊറിയോഗ്രാഫി, അതിലുള്ള രംഗങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ട്. ഒരു രക്ഷയില്ല. നിങ്ങൾ ബ്ലാസ്റ്റ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കും ഇതേ അഭിപ്രായമായിരിക്കും. അത് മാത്രമല്ല, ഇതിലൊരു ടാക്സിക്കുള്ളിൽ നിന്നുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ഓ, മനസ്സ് നിറയ്ക്കുന്ന ഫൈറ്റ് ആണ്. അത് മാത്രമല്ല, ഇനി പ്രീതി മുകുന്ദന്റെ മുമ്പ് പോയിട്ട് നിങ്ങൾ ആരും കമന്റ് അടിക്കില്ല ബ്ലാസ്റ്റ് സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ. അതായത് റിയൽ ലൈഫിൽ ഈ ഫൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ സിനിമയുടെ ഇമ്പാക്ട് നിങ്ങളുടെ തലയിൽ ഉണ്ടാകും. ആ രീതിക്കുള്ള ഫൈറ്റ് ആണ്. എനിക്ക് ഒന്നുകൂടി തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാനുള്ള ടെൻഡൻസി തന്നെ ഇവരുടെ ഫൈറ്റ് തന്നെയാണ്. ആ ഫാമിലിയുടെ ഫൈറ്റ്, അഭിരാമി ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ലേഡി ഫൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക.